ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് സമരം ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ പൂർണ്ണമായും, ആലപ്പുഴ ജില്ലയിൽ ഭാഗികമായും സമരം തുടരുകയാണ്. പ്രിയദർശിനി വന്നതോടെ സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലായെന്നും സർക്കാർ ഇടപെടണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് അജിത് ബാബു നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. അജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ പ്രൈവറ്റ് ബസ് ഉടമകൾ ഗത്യന്തരമില്ലാതെ അവർ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം എന്താണ് നിലവിലെ സാഹചര്യം? സേതുലക്ഷ്മി, നമ്മൾ ഈ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററിലാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡ്. ഇവിടെ ഇപ്പോൾ ബസ്സുകളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇവരെ സംബന്ധിച്ച് ഇന്നൊരു ബാഡ് മോർണിംഗ് ആണ്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ളതാണ് ഈ ബസ് ജീവനക്കാരും ഉടമകളും പറയുന്നത്. കാരണം ഈ ചെയിൻ സർവീസ് നടത്തുന്ന പല ഇടങ്ങളുമുണ്ട്. നമുക്കറിയാം, തുടർച്ചയായി ഓർഡിനറി ബസ്സുകൾ പോകുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ തങ്ങളുടെ ജീവിതം അടക്കം പ്രതിസന്ധിയിലാകുന്ന തരത്തിൽ ആരും തങ്ങളുടെ ബസ്സിലേക്ക് കയറാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കുടുംബത്തോടൊപ്പം വരുന്ന കുടുംബത്തിൽ പോലും പുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പോലും അവർ ഇത്തരത്തിൽ പ്രിയദർശിനി ബസ്സുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മുഴുവൻ ബസ്സുകളും നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ഏതാണ്ട് രാവിലെ ഞാൻ 10-30 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത്. ഒറ്റ ബസ് പോലും എവിടെയും സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല. സമരം പൂർണ്ണമാണ്. മറ്റു ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടും അതുതന്നെയാണ്. അത്തരത്തിൽ പൂർണ്ണമാണ് ഈ സമരം എന്നുള്ളതാണ്. രാവിലെ പല സ്ഥലങ്ങളിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അവർക്കുൾപ്പെടെ ഈ സമരം അറിയാതെ എത്തിയ ആളുകളാണ്. അവരെത്തരം പ്രതിസന്ധിയിലാകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ ഈ സമയത്തൊക്കെ എല്ലാവരും വലിയ ആളുണ്ടാകുന്ന സമയമാണ്. ഇപ്പം ആളുകൾ കാണാനില്ല. വന്നവരൊക്കെ തിരിച്ചു പോയോ അറിഞ്ഞിട്ട്? ഇല്ല, രാവിലെ തിരക്കുള്ള സമയമാണ്. പക്ഷെ ഇന്ന് ബസ്സിലൊന്നും എല്ലാവർക്കും അറിയാം. ചില പേര് വന്ന് കിടപ്പുണ്ട്. അതായത് ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ദൂരത്ത് നിന്നും വന്നിട്ടുള്ള ആളുകളാണ് പ്രതിസന്ധിയിലായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ KSRTC ബസ് ഉൾപ്പെടെ നാഗമ്പടം സ്റ്റാൻഡിലേക്ക് എത്തുന്നുണ്ട്. ഈ തരത്തിൽ പോകാൻ ക്രമീകരണമില്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിൽ അതിന് വേണ്ട ക്രമീകരണം ഉൾപ്പെടെ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണെങ്കിലും സമരം അതിശക്തമായി തന്നെ പുരോഗമിക്കുന്ന പശ്ചാത്തലമാണ്. എവിടെ നിന്നാണ് വരുന്നത്? മലപ്പുറത്ത്. അറിഞ്ഞില്ലായിരുന്നോ സമരം? ഇല്ല. ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത്. അപ്പൊ ഇനി എങ്ങനെ പോകും? എങ്ങോട്ടാ പോകുന്നേ? പാത്താമുട്ട്. എങ്ങനെ പോകും അറിയില്ല. ഓട്ടോ വിളിക്കേണ്ടി വരും മിക്കവാറും. ഇവിടെ എത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നമ്മൾ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. ഞാൻ ചോദിച്ചിരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പം ഇപ്പോഴാണ് അറിഞ്ഞതെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആശങ്ക ആ മുഖത്ത് കാണാൻ കഴിയും. അത്തരത്തിൽ ബസ്സുകൾ പൂർണ്ണമായും നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ കോട്ടയത്ത് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, കൊല്ലത്ത് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, പത്തനംതിട്ടയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ സമരത്തെക്കുറിച്ച് അറിയാം. പക്ഷേ പുറത്തു നിന്ന് വരുന്ന ജില്ലകളിൽ നിന്ന് വരുന്നവരാണ് ഇത്തരത്തിൽ ഏതാണെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇത് കൂടാതെ സേതുലക്ഷ്മി, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, മറ്റ് ജില്ലകളിൽ കൂടി സമരം വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയുള്ള ജില്ലകളാണ് ആദ്യം ഇപ്പോൾ ഈ സമരത്തിലേക്ക് കടന്നു വന്നതെങ്കിലും മറ്റ് ജില്ലകളിൽ കൂടി സമരം ചെയ്തതിനു ശേഷം സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭങ്ങളും ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് ഈ സമരക്കാർ പറയുന്നത്. ഒരു തരത്തിലും തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ സർക്കാർ വാടകയ്ക്ക് ഏറ്റെടുക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഏതാണെങ്കിലും വലിയ സമരം, വലിയ പ്രതിസന്ധി. ഓക്കെ അജിത്തെ, സർക്കാരിന്റെ ഇടപെടലാണ് ഈ സ്വകാര്യ ബസ് ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. അതും ഇടപെടൽ ഉണ്ടോയെന്ന് വെച്ചാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലും എവിടെ എപ്പോഴും സ്വകാര്യ ബസ് ഉടമകളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അത് അവർക്ക് വിശ്വാസത്തിലാവണം. അവരെ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അവർക്ക് പൂർണ്ണാർത്ഥത്തിൽ ബോധ്യപ്പെടണം. അതിനുവേണ്ടി അവർ പണിമുടക്കുകയാണ് ഇന്ന് സ്വകാര്യ ബസ് ഉടമകൾ.